പൊയ്യ കൃഷ്ണൻകോട്ടയിൽ പാമ്പ് കടിയേറ്റ് 3 വയസ്സുകാരി മരിക്കാനിടയായ സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ഡ്യൂട്ടി ഡോക്ടർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട്. കുട്ടിക്ക് ആന്റി സ്നേക്ക് വോനം നൽകാതെ സമയം നഷ്ടപ്പെടുത്തിയെന്നാണ് ഡിപ്പാർട്ട്മെന്റ് തല കണ്ടെത്തൽ. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാൻ അന്വേഷണ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് മീഡിയ ടൈമിന് ലഭിച്ചു. 2021 മാർച്ച് 24-നാണ് കൃഷ്ണൻകോട്ട കാച്ചപ്പള്ളി ബിനോയിയുടെ മകൾ അൻവറിൻ ബിനോയ് എന്ന 3 വയസ്സുകാരിയെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പാമ്പ് കടിക്കുന്നത്. ഉടൻ തന്നെ ബിനോയിയുടെ മാതാപിതാക്കൾ 2 വീലറിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അടിയന്തര സ്വഭാവമുള്ള കേസ് പരിഗണിക്കാതെ ഡോക്ടർ ഈ സമയം മറ്റൊരു രോഗിയെ പരിശോധിക്കുകയായിരുന്നു എന്നാണ് ബിനോയിയുടെ മാതാപിതാക്കളുടെ പരാതി. ഈ ഡോക്ടർക്ക് എതിരായിട്ട് പരാതി കൊടുത്തിരുന്നു ചില വർഷം മുന്നേ. ആ പരാതിയിൽ DMO അന്വേഷണത്തിന് വന്ന് 5 മാസമായി അന്വേഷണം കഴിഞ്ഞിട്ട് ഇന്നേ വരെയും യാതൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറ്റുള്ള ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഡോക്ടറും പഞ്ചായത്തും കൂടി ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നിരുത്തല്ലെങ്കിൽ എൻ്റെ മോളിൽ നിന്ന് ജീവിച്ചിരുന്നില്ല. ഡോക്ടർ ഇപ്പോഴും സർവീസ് തന്നെ തുറന്നു ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന 4 കൊല്ലമായി ഞങ്ങളുടെ കൊച്ചിനെ കൊന്നെടുത്തിട്ട് ഇപ്പോഴും ഡോക്ടർ ഗവൺമെൻറ് സാലറി വാങ്ങിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദേശത്തുള്ള ബിനോയെ വിളിച്ചു പറഞ്ഞ ഫോണിൽ ഡോക്ടറോട് സംസാരിച്ചിട്ടും ഡോക്ടർ കുട്ടിയെ പരിഗണിച്ചില്ല. മാത്രമല്ല പാസ് എടുക്കാൻ ക്യൂ നിർത്തി. നീണ്ട നേരം കഴിഞ്ഞ് പാസ് എടുത്ത് വന്നപ്പോൾ ആന്റി സ്നേക്ക് വേനം നൽകാതെ മറ്റൊരു ഇഞ്ചക്ഷനാണ് നൽകിയത്. ഇതോടെ കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ താഴ്ന്നു. ആന്റി സ്നേക്ക് വേനം ഹോസ്പിറ്റലിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കെ കുട്ടിക്ക് കൃത്യസമയത്ത് അത് നൽകാതിരുന്നത് ഗുരുതര വീഴ്ചയാണെന്ന് അന്വേഷണ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ പാസ് എടുക്കാൻ വിട്ട് സമയം കളഞ്ഞു. കുട്ടിയുടെ ഓക്സിജൻ ലെവൽ താഴ്ന്നപ്പോൾ ഓക്സിജൻ മാസ്ക് വെച്ച് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുമതി നൽകി. ഓക്സിജൻ മാസ്കായി ആംബുലൻസിൽ പോകുമ്പോൾ നൽകേണ്ട എക്സ്കോർട്ടിംഗ് നഴ്സിനെ നൽകിയില്ല. അങ്ങനെ നിരുത്തരവാദപരമായ കാര്യങ്ങളാണ് ഡ്യൂട്ടി ഡോക്ടറിൽ നിന്ന് ഉണ്ടായതെന്നും വകുപ്പ് തല അന്വേഷണ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. കുറ്റക്കാരിയായ ഡോക്ടർ ശ്രീരേഖയ്ക്കെതിരെ നടപടിയെടുക്കാൻ കമ്മിറ്റി ശുപാർശയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം.